നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ NHSലേക്ക് ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരുപാട് പേരാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റുഡന്റ് വിസയിലേക്ക് യുകെയിലുള്ളവർ ഒരുപാട് പേര് NHSലെ ബാൻഡ് 3 സപ്പോർട്ട് വർക്കറായിട്ട് കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേഴ്സായിട്ടും യുകെയിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് NHSലേക്കുള്ള റിക്രൂട്ട്മെന്റ് വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ച് വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ പൂർവാധിക ഭംഗിയോടുകൂടി തന്നെ പല NHS ട്രസ്റ്റുകളും റിക്രൂട്ട്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വെയിൽസിലേക്കുള്ള 250ഓളം വേക്കൻസികൾക്കുള്ള റിക്രൂട്ട്മെന്റ് നാട്ടിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നോർക്ക കുറച്ചധികം വേക്കൻസികളിലേക്ക് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ഇപ്പോൾ അതുകൂടാതെ നോർത്ത് വെസ്റ്റ് ലണ്ടൻ ഹോസ്പിറ്റൽ ഗ്രൂപ്പുകൾ അവരിപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു. അതുവഴി അപ്ലൈ ചെയ്ത് ഒരുപാട് പേരിൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ അവർ നടത്താനിരുന്ന ഇന്റർവ്യൂസ് അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനോട് ഒന്നുകിൽ അബുദാബി അല്ലെങ്കിൽ ദുബായിൽ എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് IELTS OET നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, CBTയും പാസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഇന്റർവ്യൂവിൽ പാസ്സാകാവുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ദുബായിലോ അബുദാബിയിലോ പോയി ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ സെയിം ട്രസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ദുബായിലൊക്കെ ഇന്റർവ്യൂ നടത്തി കുറച്ചധികം പേരെ സീനിയർ കെയറായിട്ട് കൊണ്ടുവന്നിരുന്നു. പക്ഷേ അവർ ഓഫർ ലെറ്റർ കൊടുത്തതിൽ പകുതി പേരെ മാത്രമേ സീനിയർ കെയറായിട്ട് യുകെയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചുള്ളൂ. അവർക്ക് അത് കഴിഞ്ഞ ഏതെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അവർക്ക് ബാക്കിയുള്ളവർ യുകെയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. പക്ഷേ അവരുടെ നേഴ്സ് റിക്രൂട്ട്മെന്റ് അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ 100% ഉറപ്പായിട്ട് അവർ നിങ്ങളെ യുകെയിൽ കൊണ്ടുവന്നിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ 100% കോൺഫിഡന്റ് ആണ്, നിങ്ങൾക്ക് ഇന്റർവ്യൂ പാസ്സാകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ദുബായിലോ അബുദാബിയിലോ പോയി ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ ഇമെയിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് തന്നെ അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഈ പ്രാവശ്യം റിക്രൂട്ട്മെന്റ് നടത്തുന്നില്ല എന്നുള്ളത്. അന്നേരം ആ ഇന്റർവ്യൂവിൽ സെലക്ട് ആയവർ കഴിയുന്നതും അവിടെ പോയി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് യുകെയിലെ ബാൻഡ് 3 സപ്പോർട്ട് വർക്കർ വേക്കൻസികളെ കുറിച്ചും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള അടുത്ത ഒരു റിക്രൂട്ട്മെന്റ്, കേരളത്തിൽ തന്നെയാണ് അതിന്റെ ഇന്റർവ്യൂ, അതിന്റെ ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യുകെയിലുള്ള സപ്പോർട്ട് വർക്കർ ബാൻഡ് 3 വേക്കൻസികൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ്. പ്രത്യേകിച്ച് ഡൊമിസിലറി കെയറിലൊക്കെ വന്നവർ, അതുകൂടാതെ പുതിയതായിട്ട് യുകെയിൽ എത്തി, അതായത് ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കാതെ വിസ കിട്ടി വന്നവരുണ്ട്. അവർക്കൊക്കെ സന്തോഷം വരുന്നൊരു വാർത്തയാണ്. അതായത് നിലവിൽ NHSലേക്ക് ബാൻഡ് 3 സപ്പോർട്ട് വർക്കറായിട്ട് ഇപ്പോൾ അവർ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ പല ട്രസ്റ്റുകളും പറയുന്നതിന്റെ കാരണം അവർക്ക് സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ സാധിക്കാത്തതാണ്. നമുക്കറിയാമല്ലോ, പുതിയ സാലറി ക്രൈറ്റീരിയ വെച്ച് യുകെയിലേക്ക് ഒരു സപ്പോർട്ട് വർക്കർ അല്ലെങ്കിൽ കെയർ വർക്കർ, സീനിയർ കെയർ വർക്കർ ഇവർക്കെല്ലാം വേണ്ട സാലറി 23,200 പൗണ്ടാണ്. ഒരു മണിക്കൂറിന് 11 പൗണ്ട് 90 പെൻസ് വെച്ച് 37 മണിക്കൂർ കോൺട്രാക്റ്റിൽ 23,200 പൗണ്ട് സാലറി ഉണ്ടെങ്കിലേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ NHSലെ ബാൻഡ് 3 സപ്പോർട്ട് വർക്കറായിട്ട് ഈ നിയമമാറ്റം വരുന്നതിന് മുമ്പ് ഒരുപാട് പേരെ അവർ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബാൻഡ് 2വിൽ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി 22,318 ബാൻഡ് 3ലേക്ക് വരുമ്പോൾ അത് 22,863 അന്നേരം ഈ 22,863 പൗണ്ട് സാലറി കൊണ്ട് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പല NHS ട്രസ്റ്റുകളിലെ മാനേജർമാർ ഇപ്പോൾ അവർ സ്പോൺസർഷിപ്പ് കൊടുക്കാത്തത്. ഇപ്പോൾ ഇവിടെ വന്ന ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില NHSൽ നിന്ന് കൊടുക്കുന്ന COSകളിൽ അവര് ബാൻഡ് 3 സപ്പോർട്ട് വർക്കർ എടുക്കുന്നുണ്ട്. അവർ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ബേസിക് സാലറി ആയിട്ട് അവർ കാണിച്ചിരിക്കുന്ന 22,813 പൗണ്ട് തന്നെയാണ്. പക്ഷേ അതിന്റെ കൂടെ അവരുടെ നോട്ട്സിൽ ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാ അലവൻസസ്, അതായത് നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നതും ഹോളിഡേയ്സ് വർക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള അലവൻസ് എല്ലാം കൂടെ കൂട്ടി 26,000 പൗണ്ട് വരെ സാലറി ലഭിക്കാം എന്നുള്ള രീതിയിൽ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. ഞാനൊരു COSന്റെ മോഡൽ ഇവിടെ കാണിക്കാം. അതിനകത്ത് അവർ എന്താണ് ചെയ്തിരിക്കുന്നത്, അവർ ബേസിക് സാലറി 22,863 പൗണ്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ബേസിക് അലവൻസുകളും മറ്റ് ഹോളിഡേ പേ എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ 25,000 പൗണ്ടിന് മുകളിൽ സാലറി വരുന്നുണ്ട്. അങ്ങനെ സാലറി വരുമ്പോൾ അവർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ അവർക്ക് വിസ കിട്ടുന്നതായിരിക്കും. അന്നേരം ഇങ്ങനെ ഇപ്പോൾ കുറച്ചധികം പേരുടെ COS ഞാൻ കണ്ടു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും NHSൽ ബാൻഡ് 3 വേക്കൻസി ഉണ്ട്, അവിടുത്തെ മാനേജർ ഇത് പറയുകയാണെങ്കിൽ അവരുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുക. അത്തരം അവർ നമുക്ക് COS ഇഷ്യൂ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ NHSലെ 6131 ആണ് കോഡ് ബാൻഡ് 3 സപ്പോർട്ട് വർക്കർ. നേരത്തെ അത് 6141 ആയിരുന്നു. അന്നേരം ഈ 6131ന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ കെയർ അസിസ്റ്റന്റോ സീനിയർ കെയർ അസിസ്റ്റന്റോ 6135 6136 കെയർ ഹോമുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും
ഈ 6135 6136 മാറുന്നതിന് മുമ്പ് കഴിയുന്നതും നിങ്ങളുടെ ഡിപെൻഡൻസിന് വിസ എടുത്ത് UK കൊണ്ടുവരിക, ഈ കോഡിലേക്ക് മാറുന്നതിന് മുമ്പ് തന്നെ. കാരണം ഇപ്പോൾ നിലവിൽ ഇതിലേക്ക് സ്വിച്ച് ചെയ്തവർ അവരുടെ ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ, നേരത്തെ ഡിപെൻഡൻസിനെ UK കൊണ്ടുവരാഞ്ഞവരായിരുന്നു, അവരിപ്പോൾ ഇതിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് ഡിപെൻഡന്റ് വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ അത് റിജക്ഷൻ വന്നിട്ടുണ്ട്. അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിവ്യൂവിന് പോയിട്ടുണ്ട്, പക്ഷേ അതിന്റെ റിസൾട്ട്സ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 6145 6146 നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഡിപെൻഡൻസിനെ UK കൊണ്ടുവരിക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ജോബ് സ്വിച്ച് ചെയ്താലും പ്രശ്നമില്ല, പിന്നെ നമുക്ക് നിയമം ബാധകമല്ല. പക്ഷേ നിങ്ങൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശ്രമിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ട് വരും. കാരണം ഈ 6131 ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപെൻഡൻസിനെ UK കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ UK ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഡിപെൻഡൻസിനെ നിങ്ങളുടെ കൂടെ നിർത്താൻ സാധിക്കും എന്നുള്ളതുമാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, പല NHSകൾ പൊതുവെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ബാൻഡറി സപ്പോർട്ട് വർക്കർ റിക്രൂട്ട്മെന്റ് നടത്തുന്നില്ല. അങ്ങനെ നടത്തിയാൽ പോലും അവർ നേരിട്ട് വന്നായിരിക്കും ഇന്റർവ്യൂ നടത്തുന്നത്. ഒരു ഏജന്റും അതിന്റെ ഇടയ്ക്ക് ഉണ്ടാവുകയില്ല. അത് ടോട്ടലി ഫ്രീ റിക്രൂട്ട്മെന്റും ആയിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും 6131 കോഡിലുള്ള വിസ തരാമെന്ന് അല്ലെങ്കിൽ COS തരാമെന്ന് ഒരു ഏജന്റ് പറയുകയാണെങ്കിൽ 100 പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രം തീരുമാനമെടുക്കുക. കാരണം ഇപ്പോൾ ഏജന്റുമാര് പലരും ഇപ്പോൾ നമുക്ക് ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് UK വരുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഏജന്റുമാർ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നത് നിങ്ങൾക്ക് 6131 കോഡുള്ളത് തരാം, അന്നേരം ഡിപെൻഡൻസിനെ കൊണ്ടുവരാനാണ്. പക്ഷേ UK NHSകൾ പൊതുവെ വിദേശത്ത് സപ്പോർട്ട് വർക്കറെ റിക്രൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ UK ഉള്ളവർക്ക് നിങ്ങൾ ധൈര്യമായിട്ട് സപ്പോർട്ട് വർക്കറിനെ അപ്ലൈ ചെയ്യുക. പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആയിട്ടൊക്കെ നിന്നവര് അല്ലെങ്കിൽ PSW നിൽക്കുന്നവര്, നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ, അതായത് നിങ്ങൾ പഠിച്ച മേഖലയിൽ ജോലി കിട്ടുന്നില്ല എങ്കിൽ NHSലെ സപ്പോർട്ട് വർക്കറിനെ അപ്ലൈ ചെയ്യുക. അവിടെ കിട്ടിയാൽ നിങ്ങളുടെ കൂടെയുള്ള ഡിപെൻഡൻസിനെ ഇവിടെ തന്നെ നിർത്താൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരും. അല്ലെങ്കിൽ സാധാ കെയർ ഹോമിലൊക്കെയാണ് നിങ്ങൾ കെയറായിട്ട് കയറുന്നതെങ്കിൽ നിങ്ങൾ ഡിപെൻഡൻസിനെ തിരിച്ചയക്കേണ്ടി വരും. കാരണം അതിനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അടുത്ത ഒരു റിക്രൂട്ട്മെന്റ് ആണ്. നേഴ്സുമാർ റിക്രൂട്ട്മെന്റ് ആണ്. ടോട്ടലി ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഒരു കാരണവശാലും നിങ്ങൾ NHSലേക്കുള്ള നേഴ്സ് റിക്രൂട്ട്മെന്റിന് 1 രൂപ പോലും ഒരു ഏജന്റിനും കൊടുക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കള്ള സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് തരാമെന്ന് പറയുന്ന ഏജന്റുമാരുടെ കൂടെ നിങ്ങൾ പോകരുത്. നിങ്ങൾ കള്ള സർട്ടിഫിക്കറ്റ് വെച്ചും UK വരാൻ ശ്രമിക്കരുത്. നേരത്തെ പോലെ അല്ല, ഇപ്പോൾ വളരെയധികം ചെക്കിംഗ് ഉണ്ട്. ഇപ്പോൾ ഓസ്കിയിൽ വരെ അവർ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രാവീണ്യം ചെക്ക് ചെയ്യുന്ന രീതി നടത്തുന്നുണ്ട്. കാരണം നമ്മൾക്ക് അവർ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർ ഓസ്കി നമ്മളെ തോൽപ്പിക്കും കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ NHS നമ്മുടെ സ്പോൺസർഷിപ്പ് ക്യാൻസലാക്കി നമ്മളെ തിരിച്ചുവിടും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ നല്ലപോലെ പ്രാവീണ്യമില്ലാത്ത ഒരാളും ഇതിനുവേണ്ടി ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ജെന്യുവനായിട്ട് IELTS OET പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിനായിട്ട് മുമ്പോട്ട് വരാവുന്നതാണ്. അന്നേരം ഇപ്പോൾ ഈ പുതിയ വേക്കൻസികൾ വന്നിരിക്കുന്നതിലും നമ്മൾക്ക് IELTS OET പാസ്സായവരായിരിക്കണം. അതിന്റെ സ്കോറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ വ്യക്തമായിട്ട്. ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ പഴയ വീഡിയോയിലെല്ലാം ഉണ്ട്. അതിന്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. IELTS OET പാസ്സാവാനായിരിക്കണം, CBT ഉള്ളവരായിരിക്കണം, എക്സ്പീരിയൻസ് കുറച്ചെങ്കിലും 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് കാണിക്കുക. 6 months ഉള്ളവർ ട്രൈ ചെയ്യുക. 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയാണ്. ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് അത് അറ്റൻഡ് ചെയ്യാം. അന്നേരം അതിന് അപ്ലൈ ചെയ്യേണ്ട ഇമെയിൽ ID ഞാൻ താഴെ കൊടുക്കാം. അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നത്. നഴ്സസ് വിത്ത് ഡിഗ്രി ഓർ ഡിപ്ലോമ, അതായത് BSc പോസ്റ്റ് BSc GNM ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നഴ്സ് വിത്ത് മിനിമം 12 months ഓഫ് എക്സ്പീരിയൻസ്, 12 മാസം എക്സ്പീരിയൻസ് അവർ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. NFC രജിസ്ട്രേഷന് എലിജിബിൾ ആയിരിക്കണം. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യണം. CBT എഴുതിയവരോ അല്ലെങ്കിൽ പാസ്സായിട്ടുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് പിൻ നമ്പർ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർ 30,000 പൗണ്ടാണ് ഓഫർ ചെയ്യുന്നത്. ഇത് NHS ട്രസ്റ്റ് ബർമിഹാമിലേക്കാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇതിനകത്ത് നമുക്ക് റീഫണ്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS OETന്റെ പൈസ റീഫണ്ട് കിട്ടും, CBT എക്സാമിന്റെ പൈസ റീഫണ്ട് കിട്ടും, ഓസ്കി എക്സാം റീഫണ്ട് കിട്ടും, ഓസ്കിയുടെ ട്രെയിനിങ് കിട്ടും, NMC രജിസ്ട്രേഷനുള്ള പൈസ റീഫണ്ട് കിട്ടും, 3 മാസത്തെ ഫ്രീ അക്കോമഡേഷൻ കിട്ടുന്നുണ്ട്, 3 year സ്പോൺസർഷിപ്പും വിസയും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, ഫാസ്റ്റ് ട്രാക്ക് വിസ റീബേഴ്സ്മെന്റ് ഉണ്ട്, TB ടെസ്റ്റിന്റെ പൈസ തിരിച്ച് കിട്ടും, ഫ്ലൈറ്റ് ടിക്കറ്റ് UK കിട്ടും, 30,000 പൗണ്ടിന് മുകളിൽ സാലറി കിട്ടും. അങ്ങനെ എല്ലാം കൊണ്ടും ടോട്ടലി ഫ്രീ ആയിട്ട് നിങ്ങൾ BSc നഴ്സിംഗ് പാസ്സായിട്ടുള്ള ഒരാൾക്ക് ബാക്കി എല്ലാം ഫ്രീ ആയിട്ട് UK വരാനുള്ള ഒരു അവസരമാണ്. അന്നേരം ഇതുപോലുള്ള ഈ പാക്കേജുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. അന്നേരം നിങ്ങളിപ്പോൾ നോർത്ത് വെസ്റ്റ് ലണ്ടൻ്റെ അകത്ത് സെലക്ട് ആയിട്ടുള്ളവർ ഇപ്പോൾ ദുബായി പോകാനൊക്കാത്തവരാണെങ്കിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യുക. ഇതിന്റെ ഇമെയിൽ ID ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. ഇനി UK ഇതുപോലെ ഒരുപാട് റിക്രൂട്ട്മെന്റുകൾ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.